കർത്താവിന്റെ അതിപരിശമായ നാം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവജന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചിന്തിക്കുന്ന വചനം, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമുക്ക് ഒരുപാട് സുപരിചിതമായ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആകർഷിക്കുന്ന, നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ്. എന്തുകൊണ്ടാണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ക്രിസ്തു നിങ്ങളിൽ വസിച്ചാൽ മഹത്വത്തിന്റെ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കും.
ആണെന്ന് പൗലോസിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ആ മർമ്മമാണ് യഹൂദന്മാർക്ക് വെളിപ്പെടാതിരുന്ന, പഴയ നിയമ വിശുദ്ധന്മാർക്ക് വെളിപ്പെടാതിരുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് പൗലോസിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തിയ വചനമാണ് കാലങ്ങളായി ഈ 21-ാം നൂറ്റാണ്ടിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഒറ്റ മാർഗ്ഗമുള്ളൂ, ക്രൈസ്തവ വിശ്വാസിക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് ക്രിസ്തു മാർഗമാണ്. അതിനകത്ത് മറ്റാർക്കും അവകാശമില്ല. അതുകൊണ്ടാണ് ക്രിസ്തു മാർഗത്തിലുള്ളവരോടും ദൈവവചനം പറയുകയാണ്, ക്രിസ്തീയ മാർഗത്തിലുള്ളവരോടും ദൈവവചനം പറയുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യവും, ഹല്ലേലൂയ, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 17 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ച് കാണാൻ, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. മീതെ സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിൽ മീതെ ചരിക്കുന്ന യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ക്രൈസ്തവ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾക്ക് ദൈവം 10 കൽപ്പന എഴുതി തന്നതിനെ എവിടെയൊക്കെയോ മാറ്റിമറിച്ച് കുഴിച്ചുമൂടി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ 10 താലന്ത് കിട്ടിയവൻ 5 താലന്ത് കിട്ടിയവൻ 5 നേടി 10 താലന്താക്കി. 5 താലന്ത് കിട്ടിയവൻ 5 നേടി. ഹല്ലേലൂയ. 5 താലന്ത് കിട്ടി 5 നേടി 10 ആ 2 താലന്ത് കിട്ടിയവൻ 2 നേടി. ഹല്ലേലൂയ. 1 താലന്ത് കിട്ടിയവൻ കുഴിച്ചിട്ടു. അപ്പം ആമേൻ. 5 താലന്ത് കിട്ടിയവൻ 10, 2 കിട്ടിയവൻ 4, അങ്ങനെ 1 കിട്ടിയ കുഴിച്ചുകൂടിയ പോലെ മോശയിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവകൽപ്പനയെ, 10 കൽപ്പനയെ എവിടേക്കോ ആരൊക്കെയോ കുഴിച്ചുമൂടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്നും ക്രിസ്തു മാർഗത്തിനകത്ത് യഥാർത്ഥ പ്രത്യാശയെ ക്രിസ്തു ആരെന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുന്നത്. ഇപ്പം 10 താലന്തുകാരനെ നമ്മൾ ചിന്തിക്കണം. അവന് കിട്ടിയത് 5, അവൻ 5 കിട്ടി. ഹല്ലേലൂയ. അവരെ കർത്താവ് വിളിച്ചത്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന അധികത്തിൽ വിചാരകനാക്കിയെന്ന. 2 കിട്ടി. 1 കിട്ടിയതുകൊണ്ട് അവന്റെ പുറത്ത് കയ്യും കാലും കെട്ടിയെടുത്ത് പുറത്തെറിയാനാ പറഞ്ഞേ. അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ മാർഗം തിരിച്ചറിയണം. ക്രിസ്തു മാർഗം, അതാണ് ഈ മാർഗം ഇത്ര ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ അലിയ ഏറ്റവും വലിയ ക്രിസ്തീയ മാർഗത്തിലുള്ള എല്ലാ പ്രത്യാശകളും വെച്ച്, എല്ലാ മാർഗങ്ങളും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം അഥവാ പ്രത്യാശ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. ആ പ്രത്യാശയെ അല്ലയ്യ, അവന്റെ വാഗ്ദത്തങ്ങൾ ആമീൻ മൂലവും സുവിശേഷം മൂലവും നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. അല്ലയ്യ. അപ്പൊ അത് നമുക്ക് ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങളും ആ പ്രത്യാശയൊക്കെ നമുക്ക് വിശ്വാസത്തെ പ്രാപിക്കണം. അതുകൊണ്ടാണ് മോശയുടെ മരണശേഷം യോശുവ ഇസ്രായേൽ കനാനിലേക്ക് നടത്തുവാൻ ആ ചുമതല ഏറ്റെടുത്തപ്പോൾ, ഹല്ലേലൂയ, ദൈവ ചുമതല യോശുവ ഏൽപ്പിക്കുമ്പോൾ യോശുവയുടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് യോശുവയ്ക്ക് അതിശക്തമായ ശ്രേഷ്ഠമായ ഈ വാഗ്ദത്തങ്ങളെ ദൈവം നൽകി യോശുവെ ഉറപ്പിച്ചു. ആ യോശുവ എന്ത് ചെയ്ത് ധൈര്യത്തോടു കൂടി സാജനത്തെ വാഗ്ദത്ത കനാലിലേക്ക് നടത്തി. പ്രൈസലോ. അല്ലാതെ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. പ്രൈസലോ. അപ്പൊ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുന്നവർക്കും മാത്രമേ ഈ പ്രത്യാശയിൽ സന്തോഷിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം പഴയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെടാതിരുന്നത് പുതിയ നിയമസഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളൊക്കെ നമ്മൾ എങ്ങനെ വ്യാപാരം ചെയ്യുന്നു എന്നുള്ളത് ദൈവം നോക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരു ക്രിസ്തു മാർഗത്തിൽപ്പെട്ട, ഒരു ക്രിസ്തീയ മാർഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടോ എന്ന് നീ ചിന്തിക്കണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനേക്കാൾ മറ്റെന്തെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവയെല്ലാം നീ നീക്കിക്കളയണം. ഏക മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നുള്ളതാണ്. അതാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ. ആ മാർഗത്തിലൂടെ നീ യാത്ര ചെയ്യണം. ആ മാർഗത്തിലൂടെ നീ സഞ്ചരിക്കുന്നെങ്കിൽ നീ നിന്റെ ജീവകാലം ഒരിക്കലും നീ തകർന്നു പോകുകയില്ല. ഹല്ലേലൂയ. പലപ്പോഴും നിങ്ങൾ തകരുന്നതിന്റെ കാര്യം, തകർച്ച പറ്റുന്നതിന്റെ കാരണം, നിങ്ങൾ തകർക്കപ്പെടുന്നതിന്റെ കാരണം എല്ലാം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട് നിനക്ക് പ്രത്യാശയില്ല. പ്രൈസലോ. പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കുവാനല്ല ദൈവം നമ്മെ ഇവിടെ ആക്കിയത്. പ്രത്യാശയോടെ ജീവിക്കണം. കഷ്ടങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, കണ്ണുനീർ വരുമ്പോൾ, വേദന വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരും, വ്യാധികൾ വരുമ്പോൾ, ദേശത്തുനിന്ന് പലവിധമായി പോരാട്ടങ്ങൾ നിനക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ
തകർക്കുവാൻ വിധത്തിൽ തിരമാലകൾ പോലെയുള്ള പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടുമ്പോൾ ലേരിയ അവിടെ നിനക്ക് പിടിച്ചു നിൽപ്പാൻ അല്ലേരിയ കഴിയണമെങ്കിൽ ഈ മർമ്മം, ഈ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു എന്നുള്ള മർമ്മം നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? താളടി പോലെയാകും. മനുഷ്യ ജീവിതം എന്നൊക്കെ പറയുന്നത് തൊട്ടാവാടി പോലെയാണ്. അല്ലേലിയ. തൊട്ടാവാടിയെ നമുക്ക് എല്ലാവർക്കും തൊട്ടാ മുള്ളുകൊള്ളും. അല്ലേലിയ. എന്നാൽ ഈ തൊട്ടാവാടി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ തൊട്ടാലോട്ട് കണ്ടാലെന്ത് നല്ല പോലെ ഇലയൊക്കെ വിടർന്ന് നല്ല പൂക്കളുമായിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ കഴിയും. ആരും തൊടാതിരിക്കുമ്പോൾ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞത്. എന്നാൽ മനുഷ്യൻ അതിനെ കാണുമ്പോഴുള്ള സന്തോഷത്തോടുകൂടി തൊട്ടാവാടിയുടെ ആ തണ്ടയിലോ ഇലയിലോ പൂവിലോ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ ഇല അപ്പോൾ തന്നെ വാടിപ്പോകും. അല്ലെ ആ മടം ഇല തമ്മിലുള്ള മടങ്ങ് എന്ത് പറഞ്ഞാണ് മനുഷ്യന്റെ ജീവിതം. പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന സകല മനുഷ്യരും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ തൊട്ടാവാടി മടങ്ങുന്നത് പോലെ അങ്ങ് തകർന്നു പോവുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരവി, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. യോശുവയുടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യോശുവ നീ ഈ ജനത്തെ അല്ലെങ്കിൽ നടത്തുവാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ ജനത്തിന്റെ ലീഡറായിട്ട് നിന്നെ ഞാൻ വെക്കുകയാണ്. അവർക്കറിയാത്ത പല കാര്യങ്ങളോട്, അവർ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളോട്, അവരെ അഭ്യസിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളുണ്ട്. നീ ജനത്തെയുമായി നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അല്ലേലിയ നിനക്ക് മുമ്പിൽ വലിയൊരു പ്രതിസന്ധി നിൽപ്പുണ്ടത് കരകവിഞ്ഞൊഴുകുന്ന യോർദാനാ. ലേലിയ. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ. വേനൽക്കാലത്തും വർഷകാലത്തും കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന മരണയോർദാൻ നിന്റെ മുമ്പിലുണ്ട്. ആ മരണയോർദാൻ കാണുമ്പോൾ നിന്റെ അനുഗമിക്കുന്ന ജനങ്ങൾ പതറിപ്പോകുന്നതിരിക്കാൻ വേണ്ടി ഞാൻ ചില മഹത്വത്തിന്റെ പ്രത്യാശയെ നിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പോകും. അങ്ങനെ യോശുവയും കൂട്ടുകാരും വല്ലേറിയ യോർദാന്റെ അരികിൽ ചെന്നപ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അവരുടെ കാൽ ആ യോർദാൻമേൽ വെച്ചപ്പോൾ വെള്ളം എന്ത് ചെയ്തു? രണ്ടായിട്ട് പിരിഞ്ഞു. അതൊരു മർമ്മമല്ലേ? അല്ലേറിയ എന്ത് ചെയ്തു? സാജനം മുഴുവൻ യോർദാൻ കടന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. യോശുവോട് പറഞ്ഞു, ഇനിയും നിനക്ക് പരീക്ഷകളുണ്ട്. നീ യെരിഹോവിനെ കീഴടക്കണം. മാത്രമല്ല ഹായിൽ നീളുമ്പോൾ അവിടെ വലിയ പരിശോധന നേരിടും. അവിടെ നിന്നൊക്കെ ചെന്ന് നീ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിപ്പാൻ എത്തുമ്പോൾ 7 ജാതികൾ നിനക്ക് നേരെ കടന്നു വരും. അവരെയൊക്കെ ജയിക്കണമെങ്കിൽ അല്ലേയ ദൈവിക മർമ്മമായിരിക്കുന്ന വാഗ്ദത്തമായിരിക്കുന്ന പ്രത്യാശയായിരിക്കുന്ന അനുഭവത്തിലൂടെ നീ ജനത്തെ നടത്തണം. യോശുവ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് യോശുവോട് പറഞ്ഞത്, അല്ലേലിയ ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയുമില്ല. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വരുമ്പോൾ 54-ാം അധ്യായം അല്ലേലിയ എന്റെ 10-ാമത്തെ വാക്യമൊക്കെ വായിച്ചാൽ അവിടെയും കാണാൻ കഴിയുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്തോത്രം. അല്ലേലിയ 54-ാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:10 പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അല്ലേലൂയ. ഓർത്തു നോക്കി, ഈ വചനമായിട്ട് യോശുവായിട്ട് ബന്ധമെന്ന്. പല്ലിയ പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. യോശുവ ഇസ്രായേലിനെയും നയിച്ചു മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പർവ്വത സമാനമായ വിഷയങ്ങൾ കുന്നുകൾ പോലെ യോശുവയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലേലൂയ അതെല്ലാം യോശുവയുടെ മുമ്പിൽ മാറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. അതെ എന്നെ കേൾക്കുന്ന മാനന്താവേ പിതാവേ, പർവ്വതം പോലെ നിന്റെ ജീവിതത്തിൽ പ്രശ്നം നിൽക്കുന്നുണ്ടോ? കുന്നുകൾ പോലെ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? നീ ദൈവത്തിൽ വിശ്വസിക്ക്. മഹത്വത്തിന്റെ മർമ്മം ആയിരിക്കുന്ന ക്രിസ്തു എന്ന പ്രത്യാശ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതിനെയെല്ലാം നിനക്ക് തരണം ചെയ്ത് ജീവിക്കാൻ കഴിയും. അല്ലേലൂയ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ ദൈവവചനത്തെ വേണം അനുസരിപ്പാൻ. നമ്മൾ അനുസരിക്കേണ്ട ദൈവത്തിന്റെ വചനത്തെയാ. അല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. യോശുവയുടെ എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങുമെങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. അല്ലേലൂയ. ഇത് പറഞ്ഞത് ആരാണ്? നമ്മുടെ കർത്താവ് പറഞ്ഞതാ.
ആമേൻ ശിഷ്യന്മാർക്ക് ആദ്യ കൽപ്പന കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാണ്, ഹല്ലേലൂയ, സ്തോത്രം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെ ശുദ്ധരാക്കിക്കൊള്ളണം. അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, എന്താണ് പൗലോസിന് വെളിപ്പെട്ടതും കിട്ടിയതുപോലെ ഈ മഹത്വത്തിന് പ്രത്യാശയെ ക്രിസ്തു നമ്മൾ ഇരിക്കുന്നു എന്നുള്ള ആ മർമ്മം മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ട് നീ സകല ജാതികളെ ശിഷ്ടരാക്കണം. സകല ജാതികളെയും. അല്ലേ, ഞാനോ ലോകോസ്ഥാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. അതെ, നമ്മുടെ കർത്താവ് ലോകോസ്ഥാനത്തോളം നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, താളടിയായി പോകരുത്. അല്ലേലിയ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് നീ താളടിയായി പോകരുത്. നിസ്സാര വിഷയങ്ങൾക്ക് പോലും തൊട്ടവാരി വാടുന്ന പോലെ നീ വാടിപ്പോകരുത്. പ്രശ്നങ്ങൾ കുന്നുപോലെ അതിന് മുമ്പിൽ ഒരു പർവ്വതം പോലെ വരും. അല്ലേലിയ, അവിടെ നീ അതിനെ ചവിട്ടി മെതിച്ച് കയറണം. അല്ലേലിയ, കുന്നുകളെ നീ മെതിക്കണം. അല്ലേലിയ, നിന്നെ ഒരു മെതിവണ്ടി പോലെ ദൈവം ആക്കി ഇവിടെ വെച്ചിരിക്കുക. ഒരു മെതിവണ്ടി പോലെ നിന്നെ ഈ ഭൂമി ദൈവം ആക്കി വെച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഇതുപോലെയുള്ള പർവ്വതങ്ങളും കുന്നുകളും നിന്റെ മുമ്പിൽ വരും. ഹല്ലേലൂയ, അതിനെ മെതിച്ച് നീ അതിനെ ജയം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഭദ്രമായി ഒന്നാമതായിട്ട് എന്താണ്? സകല പർവ്വത സമാനമായ വിഷയങ്ങൾ, കുന്ന് സമാനമായ വിഷയങ്ങൾ മാറിപ്പോകും. ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ അതിനൊക്കെ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. മക്കളെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവിടെ കേരളത്തിൽ, ഇവിടെ ഭാരതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ലോക രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ മൂക്കത്ത് കൈവച്ചു പോകുന്ന നിലയിലൂടെയുള്ള അനവധി ക്രമീകരണമല്ലാത്ത ക്രമം കെട്ട പ്രവൃത്തികളാണ് നടക്കുന്നത്. ദൈവം മറയ്ക്കുന്ന അനവധി കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ലോകരാജ്യങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ട്, ലോകരാജ്യങ്ങളെ ചിന്തിക്കുമ്പോൾ ലോകരാജ്യങ്ങളെ ജനാധിപത്യം എന്ന് പറയുന്നതൊന്നില്ല. ഹല്ലേലൂയ. ജനാധിപത്യം എന്ന് പറയുന്നൊന്നുമില്ല. മതേതരത്വം നഷ്ടപ്പെട്ടുപോയി. ഹല്ലേലൂയ. ജനാധിപത്യം നഷ്ടപ്പെട്ടു, മതേതരത്വം നഷ്ടപ്പെട്ടു. ദൈവാധിപത്യം വെളിപ്പെടാത്ത വിധത്തിൽ ഏകാധിപതികൾ ലോകരാജ്യങ്ങളുടെ മേൽ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുക. ദൈവാധിപത്യം വെളിപ്പെടാതിരിക്കാൻ വേണ്ടി ഏകാധിപത്യം ലോകരാജ്യത്ത് വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഏത് ലോകരാജ്യങ്ങളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് ഏകാധിപതികളെ പോലെ രാജ്യം ഭരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ലോകരാജ്യങ്ങളിൽ. 7 ഭൂഖണ്ഡങ്ങളിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് എവിടെയാണ് ജനാധിപത്യമുള്ളത്? എവിടെയാണ് മതേതരത്വമുള്ളത്? എവിടെയാണ് ദൈവാധിപത്യമുള്ളത്? ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ നടുവിലാണ് ദൈവം ഒരു കൂട്ടം ക്രൈസ്തവ വിശ്വാസികളെ വിളിച്ചു വേർതിരിച്ചിട്ട് പറഞ്ഞു, ലോകത്തിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടാലും മതേതരത്വം നഷ്ടപ്പെട്ടാലും ദൈവാധിപത്യം നഷ്ടപ്പെട്ട ഏകാധിപതി പോലെ പലരും എഴുന്നേറ്റാലും അതിന്റെ നടുവിൽ ഞാൻ നിന്റെ ഹൃദയത്തിലുള്ള മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞാൻ നിന്റെ ഉള്ളിലുണ്ടെന്ന ദൈവം ക്രൈസ്തവ വിശ്വാസികൾക്ക് അതുകൊണ്ടാണ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. കാരണം അവർ പ്രത്യാശയില്ലാതെ പോകരുത്. ഹല്ലേലൂയ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മുടെ ജീവിതം പ്രത്യാശ പറയട്ടത്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയാണ്. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശവും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവന് തേജസ്സും ഹല്ലേലൂയ കൊടുത്തുമിരിക്കുന്നുവെന്ന് 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കും കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഉയർത്തെഴുന്നേറ്റിനുള്ള പ്രത്യാശ നമുക്കറിയാം. ഈ കാണുന്ന ലോകത്തിൽ 6025 വർഷം നമ്മൾ ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം, ഭൂമിയുടെ ഉൽപ്പത്തി തൊട്ട് ഏകദേശം ഹല്ലേലൂയ സ്തോത്രം 6025 വർഷം. ചിലർക്ക് അതിനെക്കാട്ടി കൂടുതലുണ്ടെന്ന് പറയാം. അതിനെക്കാട്ടി കൂടുതലൊന്നും ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന മാത്രമേ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മനുഷ്യർക്ക് എന്തൊക്കെ വെളിപ്പെട്ടു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലേ? അപ്പൊ ഇവിടെ നമുക്കറിയാം ഭൂമിയുടെ ഉൽപ്പത്തി തൊട്ട് മനുഷ്യന്റെ സൃഷ്ടി തൊട്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 40 നാളിൽ പ്രത്യക്ഷമായി ശിഷ്യന്മാർക്ക്, 500-ലധികം പേർക്ക്. 40 നാൾ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥമിക്കുന്നവൻ, തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരെ ചേർക്കാൻ മടങ്ങി വരുന്ന ഒറ്റ
ഒറ്റ ആളുണ്ടെങ്കിൽ യേശു കർത്താവ് മാത്രമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, വേറെ ഒരുപാട് പേര് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ, അതൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലാസർ മരിച്ചു ഉയർത്തെഴുന്നേറ്റു, നൈനിലെ വിധവയുടെ മകൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ആമയും ജൈറോസിന്റെ മകൾ അല്ലറിയ തബീത, യുക്തിക്കോസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അല്ലറിയ കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആമി സ്മിത്ത് വിഗിൻസ്വർത്ത് വ്യക്തിയേക്ക് 21 മരിച്ചുപോയി വേറെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. അപ്പം അവരൊക്കെ ഉയർത്തെഴുന്നേറ്റിട്ട് നിങ്ങൾ ആമി വാസ്തവം ചോദിക്കാം. പക്ഷെ ഞാൻ ചോദിച്ചാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുകയും ഭൂമി മരിച്ചു ഉയർത്തി വീണ്ടും ഒരു മരിച്ച് കല്ലറയ്ക്കുള്ളിൽ നിദ്ര കൊള്ളുകയാണ്. അങ്ങനെ മരിച്ചു ഉയർത്തെഴുന്നേൽക്കെ വീണ്ടും ഒരു മരിച്ചു. അവർ മരിച്ചിട്ട് വീണ്ടും കല്ലറയ്ക്കുള്ളിൽ നിദ്ര കൊള്ളുമ്പോൾ അല്ലേലിയ അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല. അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിന് ആദ്യഫലമാണ് യേശുക്രിസ്തു. അല്ലെങ്കിൽ കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും മരിച്ചവരുടെ കല്ലറയിൽ ഒതുങ്ങിപ്പോയില്ല. അവര് പിന്നീട് മരണമില്ല. മരണത്തെ ജയിച്ചവൻ യേശുക്രിസ്തു മാത്രം. ആ മരണത്തെ ജയിച്ച ആമ ഉയർത്തേത് സ്വർഗാരോഹണം ചെയ്തു. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്കിടെ മധ്യസ്ഥാനിക്ക് ജീവനുള്ള ദൈവമായി അവൻ മധ്യാകാശത്തെ വെളിപ്പെടും. അതുകൊണ്ട് ആ മഹത്വത്തിന്റെ മർമ്മമായിരിക്കുന്ന പ്രത്യാശ ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടാകണം. ഉയർപ്പിന്റെ പ്രത്യാശ. പ്രൈസലോട് ഹല്ലേലൂയ. അപ്പം നമുക്ക് വീണ്ടും ദൈവത്തിന്റെ വചനം വാക്യം കാണാനുണ്ട്. യേശു മരിച്ചവരിൽ നിന്ന് ജീവനോടുകൂടി ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്കും അപ്രകാരമുള്ള ഒരു പ്രത്യാശയുണ്ട്. മൂന്നാമത്തെ പ്രത്യാശ എന്തുവാ? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് നമ്മുടെ ഈ മരണാനന്തരം അല്ലേരിയ മരിച്ച വിശുദ്ധന്മാർ മുഴുവനും അല്ലേരിയ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ അവർ ആ കല്ലറകളിൽ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ എന്ത് ചെയ്യും? അവരോടൊപ്പം രൂപാന്തരം പ്രാപിക്കും. അല്ലേരിയ. അപ്പൊ യേശു മരിച്ചവരിൽ നിന്ന് ജീവനോടുകൂടി ഉയർത്തെഴുന്നേറ്റ നമുക്കും ആ പ്രത്യാശ ഉണ്ടാകണം. മരണത്തിന്റെ മനോഹരമായ ഒരു ഭാഗം എന്താണ്? മരണത്തിന്റെ മനോഹരമായ ഒരു ഭാഗം എന്താ? മരണത്തിന്റെ മനോഹരമായ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ അല്ലേയ ആമേ ഉയർത്തെഴുന്നേറ്റ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശുവിനെ നാം മുഖാമുഖമായി ദർശിക്കും എന്നുള്ളതാണ്. അല്ലേലിയ. അതാണ് സ്തോത്രം. അല്ലേലിയ. ആമേ മരണത്തിന്റെ മനോഹരമായ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ നാം മുഖാമുഖം കാണും എന്നുള്ളത്. ഈ പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ആ പ്രത്യാശയുള്ളവരാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർഗത്തെ ഭയപ്പെടാതെ ഈ മാർഗം വിളിച്ചു പറയുന്നത്. സ്തോത്രം. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ക്രിസ്തു മാർഗം മഹത്വത്തിന്റെ മാർഗമാണ്. അത് പ്രത്യാശയുടെ മാർഗമാണ്. അല്ലേലൂയ. നീ അത് അനുഭവിച്ചിട്ടുണ്ടോ? ഇന്നും നിന്റെ കണ്ണുനീര് മാറാതെ, സങ്കടം മാറാതെ ആമേൻ വീട് നരകമായിട്ടല്ലേ പോകുന്നത്? നമ്മുടെ വീട് നരക തുല്യമാണ്. പല ഭവനങ്ങളും എപ്പോഴും ഞാൻ പറയാറ്, ഞാൻ ഈ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും കാണുന്ന അവിടുത്തെ പരിഭവങ്ങളും പരാതികളും ഒക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. മനുഷ്യന് പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്ന സങ്കീർണമായി കിടക്കുന്ന അനവധി കുടുംബങ്ങൾ. അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷമില്ല, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. അല്ലേ എലിയ ഒരിക്കലും ഒരു പ്രിയ മാതാവിനോട് പറഞ്ഞ, എന്റെ പാസ്റ്ററെ, ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് നാളുകളായി, രാത്രി എഴുന്നേറ്റിരിക്കുക, അപ്പൻ കള്ളു കുടിച്ചു വരും. അല്ലേ അപ്പൻ കള്ളു കുടിച്ചു വന്നു കഴിഞ്ഞാൽ അമ്മയേതാ അപ്പനേതാ ഭാര്യയേതാന്ന് അറിയില്ല. അത്രമാത്രം ക്രൂരമായ പീഡനമാ. എന്റെ കുഞ്ഞുങ്ങളെയും കണ്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എങ്ങോട്ട് ഓടി ഒളിക്കാൻ പറ്റും? കല്യാണം കഴിച്ചു പോയി ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? അതുകൊണ്ട് രാത്രി യാമങ്ങൾ ഉറക്കമില്ല പാസ്റ്റേ. എനിക്ക് ഉറക്കം വേണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രേസരോ എന്നെ ഭർത്താവിന്റെ മദ്യപാനം മാറാൻ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ മദ്യവെച്ച് വിടവ് കെട്ട് സുബോധം നഷ്ടപ്പെട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞതുപോലെ നീ വീട്ടിനകത്ത് നിന്റെ ഭാര്യയെ ഇടിച്ച് നിരപ്പാക്കുമ്പോൾ, ഇടിച്ച് കാൽക്കീഴി കൂട്ടുമ്പോൾ, നിന്റെ മക്കളെ നീ മൃഗമായി ഉപദ്രവിക്കുമ്പോൾ ഓർത്തോണം, അല്ലേറിയ നിന്റെ അവസാന നാളുകൾ എത്ര ഭയാനകമായിരിക്കും. അങ്ങനെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലേറിയ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഒരു വലിയ വാർത്ത? ഒരു ഭവനത്തിൽ മകൻ, നല്ലൊരു സ്തോത്രം, ആമേ, വലിയ ആഡംബര കാറിന് വേണ്ടി വീട്ടിൽ നിരന്തരം പ്രശ്നം. ആ പിതാവും മാതാവും മടുത്തില്ലേ? ആ പിതാവും മാതാവും മടുത്തു. 15 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുത്തു. 15 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുത്തു. നോക്കി, 15 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിയിട്ടും അതുകൊണ്ടും ആ മകന് തൃപ്തി വരാത്തതിന് പേരില് 50 ലക്ഷത്തിലധികം രൂപയുടെ അല്ലെങ്കിൽ ആഡംബര കാർ വേണമെന്ന്. അഹങ്കാരമല്ലേ ഇതൊക്കെ?
അഹങ്കാരമാണ്. നീ നിന്റെ മക്കളെ അങ്ങനെ വളർത്തരുത് കേട്ടോ. 15 ലക്ഷം രൂപയുടെ ബൈക്ക് നിന്റെ മക്കൾക്ക് വേണമെന്ന് പറയുമ്പം അവന് നീ അത് വാങ്ങി കൊടുക്കരുത്. അങ്ങനെ നീ വളർത്തിയാൽ അവസാനം നിന്റെ ജീവിതം തകരും കേട്ടോ പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ. എന്നിട്ട് എന്ത് ചെയ്തു? ആ 50 ലക്ഷത്തിന്റെ കാറ് വാങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ അവൻ അപ്പനെ മർദ്ദിച്ചു. സഹികെട്ട അപ്പൻ, അല്ലെ അപ്പനെ സഹികെട്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ആ സഹികെട്ട അപ്പൻ തന്റെ മകനാണെന്നുള്ള വീണ്ടും വിചാരം ചിന്തയൊക്കെ അപ്പൻ ഉണ്ടായതുകൊണ്ടാണ് 15 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിക്കൊടുത്തത്. അതുകൂടാതെ ആ കുടുംബത്തിന്റെ സാമ്പത്തിക ദാമെ പ്രതിസന്ധി വെച്ച് നോക്കുമ്പോൾ 50 ലക്ഷത്തിന് ആഡംബര കാർ വാങ്ങി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൻ എന്ത് ചെയ്തു? അതിനെ എതിർത്തു, മകനോട് എതിർത്തു. അദ്ദേഹം ക്ഷമ കെട്ടിട്ടായിരിക്കും ആ കമ്പിപ്പാന കൊണ്ട് ആ മകനെ അടിച്ചത്. മരിച്ചാൽ പോയി ആ മകൻ. അല്ലേരിയ, നിങ്ങൾ അതിനകത്ത് എന്താ അഭിപ്രായം പറയുന്നത്? ഞാനത് വായിച്ചതിന് ഒരുപാട് കമ്മിറ്റികളൊക്കെ ഞാൻ വായിച്ചു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? മക്കളെ വളർത്തുമ്പോൾ മാന്യമായിട്ട് വളർത്തണം. മക്കളെ വളർത്തും മാന്യമായിട്ട് വളർത്തണം. മഹത്വത്തെ പ്രത്യാശയായി ക്രിസ്തു ഉള്ളിൽ ഇരിക്കുന്നു പറഞ്ഞ് വളർത്തണം. അല്ലാതെ 50 ലക്ഷത്തിന്റെയും 15 ലക്ഷത്തിന്റെയും ആമെ കാറും ബൈക്കും വേണമെന്ന് പറഞ്ഞു വരുന്നവനെ അല്ലിയ ആമെ ചൊട്ടയിലെ ശീലം ചൊട്ടല വരെ നിന്റെ കുട്ടികൾക്ക് ചെറുപ്രായത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലേരിയ, ഇന്ന് ആ പിതാവ് ജയിലിൽ കിടക്കുക. ഞാൻ പറഞ്ഞ പിതാവിനെ ജയിൽ മോചിതനാക്കണമെന്ന് ഞാൻ പറയുന്നത്. ആ പിതാവിനെ ജയിൽ മോചിതനാക്കണം. അല്ലേരിയ, ഞാൻ അതിൻ്റെ കമ്മിറ്റി ഇട്ടായിരുന്നു. ആ പിതാവും മാതാവും അടങ്ങുന്ന കുടുംബത്തിനെങ്കിലും സമാധാനം കിട്ടൂലെന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടായിട്ടത്. കാരണം എന്താണ്? അത്രമേൽ ആ കുടുംബം കണ്ണുനീരായിരുന്നു. എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന ഞാനിതൊക്കെ പറയാൻ്റെ കാരണം നിങ്ങളിതൊക്കെ വായിച്ചതും കണ്ടിട്ടും ഈ വീട്ടുകാരുടെ വിഷയം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിന്റെ മക്കളെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ആ മാർഗത്തിലൂടെ വളർത്തിയെടുക്കണം. ലോകത്തെ അല്ല നിന്റെ മക്കളുടെ ഉള്ളിൽ വളർത്താൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ കാണത്തില്ലേ അലുരിയ ആമി മക്കളൊക്കെ അലുരിയ ആമി ലക്ഷങ്ങൾ വരെയുള്ള ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അലുരിയ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പുറകിൽ ബൈക്ക് വരുന്ന കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബൈക്ക് ഒതുക്കി കൊടുത്ത്. കാരണം ഇവൻ എവിടെയാ വന്ന് വലിഞ്ഞ് കയറുന്നോന്ന് അറിയത്തില്ലല്ലോ. അല്ലേ, ഞാൻ പെട്ടെന്ന് ഒതുക്കി കൊടുത്ത്. ഇങ്ങനെയുള്ള സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മാറിക്കൊടുക്കും കേട്ടോ. അല്ലേ, കാരണം ഇവനൊക്കെ സുബോധം നഷ്ടപ്പെട്ടില്ല. എല്ലാം മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമയായിട്ട് ഈ ബൈക്കും എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ചീറി പാഞ്ഞു വരുന്നുണ്ട്. റോഡിൽ നിൽക്കുന്ന ജീവിതങ്ങൾക്ക് വില കൊടുക്കാതെ റോഡിൽ കൂടെ കടന്നു പോകുന്ന വാർദ്ധക്യത്തിലയക്കുന്ന മാതാപിതാക്കളെ ആമി കുഞ്ഞു കുട്ടികളെ പോലും ഗമനിക്കാതെ ചീറിപ്പാഞ്ഞു വരുന്ന കൊലവിളിച്ചു വരുന്നത് പോലെയുള്ള ബൈക്ക് കൊലവിളി നടത്തി വരുന്നത് പോലെ ഓടി രക്ഷപ്പെട്ടോണം കേട്ടോ. ഇങ്ങനെയുള്ള എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനല്ലേ നീ തുള്ളേണ്ടത് കേട്ടോ. എൻ്റെ മക്കളെ നീ മര്യാദയ്ക്ക് പഠിപ്പിക്കണം. ഇന്നത്തെ കാണിലെ കുറെ ഹെയർ സ്റ്റൈലുകളൊക്കെ വെച്ച് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ലളിയ നമ്മുടെ കുട്ടികളെ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പില്ലേ. അല്ലേലിയ. അപ്പം പൗലോസ് തന്നെ പൂർവ്വകാലങ്ങൾക്ക് ആമെ മറഞ്ഞു കിടന്ന പഴയ നിയമ ആമയല്ലിയ ഭക്തന്മാർക്ക് മറഞ്ഞു കിടന്നതും ഇപ്പോൾ ആമെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരടക്കമുള്ളവർക്ക് ആമെ വെളിപ്പെടുത്തി കൊടുക്കുന്നതുമായ ആമെ ആ മർമ്മമാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അതെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ആമെ ചിന്താഗതി വരത്തില്ല. അല്ലേരിയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്ലേരിയ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേരിയ യേശു മരിച്ച ഉയർത്തുന്ന ജീവനോടുകൂടി എഴുന്നേറ്റിരിക്കുന്നാൽ നമുക്ക് പ്രത്യാശയുണ്ട്. മൂന്നാമത്തെ പ്രത്യാശയുണ്ട് ക്രിസ്തുവിന്റെ മൂന്നാമത്തെ പ്രത്യാശ ക്രിസ്തുവിന്റെ വരവെങ്കിൽ കാണപ്പെടും എന്നുള്ള പ്രത്യാശയാണ്. അല്ലേരിയ. മൂന്നാമത്തേത് എന്നാൽ ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മൾ കാണപ്പെടും എന്നുള്ള പ്രത്യാശ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്നാണ് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അല്ലേലിയ. അപ്പൊ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്നത്. പിതാക്കന്മാർ വിശ്വസിച്ച് ആ വിശ്വാസത്തെ നിന്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ നിനക്ക് കഴിയുന്നെങ്കിൽ നിന്റെ കുടുംബ സമാധാനമായി മാറും. എത്ര കുടുംബങ്ങളാണ് പ്രിയരെ സമാധാനമില്ലാതെ കടന്നു പോകുന്നത്. അല്ലേലിയ. ഒരു ദിവസം കാഹളം ധ്വനിക്കും. അല്ലേലിയ. ഒരു ദിവസം കാഹളം ധ്വനിക്കും. അല്ലേലിയ. കാഹളം ധ്വനിക്കും. അല്ലേലിയ. അപ്പോൾ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നുവെന്ന് 2 കൊരിന്ത്യർ ലേഖനം അല്ലേലിയ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്.
ലേരിയ സ്തോത്രം. നമ്മളൊക്കെ ഈ ദൈവവചനത്തോട് എത്രമാത്രം കൂറ് പുലർത്തുന്നു എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുക. ദൈവം നമ്മൾ എത്രമാത്രം കൂറ് പുലർത്തുന്നു എന്നുള്ളത് ഇവിടെ എന്താണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മ ഇവിടെ ദൈവത്തിന് മോശയുടെ മുഖതേജസ് മങ്ങിക്കൊണ്ടിരുന്നു. അത് മൂടുപടത്താൽ മറയ്ക്കപ്പെടുന്ന ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ ഹൃദയങ്ങളിൽ ഹൃദയത്തിന്മേൽ ആ മൂടുപടം കിടക്കുന്നു എന്ന് പൗലോസ് പറയുക. തന്റെ ബന്ധുജനങ്ങളെ ഓർത്ത് താൻ അതിൽ ദുഃഖിക്കുന്നുണ്ടായിരിക്കാം. മോശ ദൈവത്തോട് സംസാരിക്കുമ്പോൾ മൂടുപടം മാറ്റുമായിരുന്നു എന്നാണ് പുറപ്പാട് പുസ്തകം 34 വായിക്കുന്നുണ്ട്. അപ്പൊ ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവന്റെ മൂടുപടം നീങ്ങിപ്പോകുന്നു. മോശ കർത്താവിനെ കാണുമ്പോൾ മൂടുപടം നീക്കുമായിരുന്നു എന്ന് പറഞ്ഞാലേ ഒരുവൻ നാം കർത്താവിലേക്ക് തിരിയുമ്പോൾ, യേശുവിനെ നാം സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിക്കുമ്പോൾ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ മൂടുപടം നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ മുഴുവൻ നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് കാണുവാനുള്ള സ്വാതന്ത്ര്യം ഒരു ഇസ്രായേലിനുണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ തേജസ് കാണുവാനുള്ള സ്വാതന്ത്ര്യം അന്ന് ഇസ്രായേലിനുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ കർത്താവിന്റെ തേജസ് കാണുവാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ലഭ്യമാണ് ഈ കാലഘട്ടത്തിൽ. കർത്താവിന്റെ മുഖതേജസ് കാണുവാൻ ഈ കാലഘട്ടത്തിൽ ആർക്കും ലഭ്യമാണ്. അവന്റെ അരികിലേക്ക് വരുന്നവരെ അവൻ കൈവിടുത്ത കളയത്തില്ല. അവന്റെ അരികിലേക്ക് വരുന്ന തള്ളിക്കളയില്ല. അവൻ എന്നെ കേൾക്കുന്ന പ്രശ്നിക മാത്രമല്ല, അവൻ ഇനി ഒരു നാൾ ആ കർത്താവിന്റെ മുഖത്തെ മുഖാമുഖം കാണും. കർത്താവിലേക്ക് വരുന്ന ആളുകൾ ഇനി ഒരു നാൾ കർത്താവിന്റെ മുഖത്തെ മുഖാമുഖം കാണുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ചുരുക്കത്തിൽ ദൈവ തേജസ്സിന്റെ ശുശ്രൂഷ ഒരുവിനെ നിത്യജീവന്റെ നീതിയാണ്. ദൈവതേജസ്സിന്റെ ശുശ്രൂഷ ഒരുവിന് ഹല്ലേലൂയ നിത്യജീവന്റെ നിത്യജീവൻ നൽകിയ, നീതി നൽകിയ, പ്രത്യാശ നൽകിയ, സ്വാതന്ത്ര്യം നൽകിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രൂപാന്തരം നൽകിയ. അപ്പം ദൈവതേജസ്സിന്റെ ശുശ്രൂഷ മുഖം നമുക്ക് ലഭിക്കുന്ന എന്താണ്? 1 നിത്യജീവൻ, ഹല്ലേലൂയ. 2 നീതി, 3 പ്രത്യാശ, 4 സ്വാതന്ത്ര്യം, ഹല്ലേലൂയ. 5 രൂപാന്തരം. ഇവ നമ്മളിൽ വെളിപ്പെടുകയാണ്. ഈ ലോകത്തിലല്ല നീ ജീവിക്കേണ്ടത്. ഈ ലോകത്തിൽ നീ ജീവിക്കുന്ന ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണം. ക്രിസ്തുവിന്റെ ജീവിതമാണ്, ക്രിസ്ത്യ മാർഗമാണ് അതിശ്രേഷ്ഠമായ മാർഗം. മറ്റെല്ലാ മാർഗങ്ങളെക്കാളും ശ്രേഷ്ഠമേറിയ മാർഗം കഴിഞ്ഞ കാല പിതാക്കന്മാർക്ക് വെളിപ്പെടാതിരുന്നതും ഈ തലമുറയ്ക്ക് വെളിപ്പെടുത്തി കിട്ടിയതുമായിരിക്കുന്ന ആ ദൈവരാജ്യത്തിന് അതിശ്രേഷ്ഠമായ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അത് ഇന്ന് പകരം ദൈവത്തിന്റെ പദം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടോ? ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ വന്നാൽ നിന്റെ ജീവിതം മുഴുവൻ പ്രത്യാശ കൊണ്ട് നിറയും. കലങ്ങിയ കണ്ണുമായി നോക്കുന്ന ഹൃദയത്തോടെ വിങ്ങിപ്പൊട്ടുന്ന ചില ജീവിതങ്ങൾ ഓരോ രാത്രികളും തള്ളി നിൽക്കുന്ന, ഓരോ പകലും തള്ളി നീക്കി എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, എന്തിനു ജീവിച്ചു, എന്തിനു ജനിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നവർ, മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകൾ, കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ നിന്റെ ഉള്ളത്തിൽ നീ സ്വീകരിക്കുന്നെങ്കിൽ, ആ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം നീ വിട്ടുകൊടുക്കുന്നെങ്കിൽ നിന്റെ ആ കുലതകളെ ദൈവം മാറ്റിത്തരും. രക്തം ചെയ്യും. അതേ ജീവിതം നമ്മൾ ആസ്വദിക്കണം. എങ്ങനെ? ക്രിസ്തുവിൽ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഞങ്ങൾ ക്രിസ്തീയ മാർഗം വളരെ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് തളർച്ചകളുണ്ട്, ക്ഷീണങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷിക്കുന്നറിയാവോ? ഈ മർമ്മം പിതാക്കന്മാർക്ക്, പൂർവ്വപിതാക്കന്മാർക്ക് വെളിപ്പെടാതിരുന്നത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമാണ്, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ളത്. താങ്കൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, അതുകൊണ്ട് യോഹന്നാന്റെ സ്വാമി ലേഖനം വയ്ക്കും. 1 യോഹന്നാന്റെ ലേഖനം 3-2 വായിക്കും. 1 യോഹന്നാന്റെ ലേഖനം 3-2 വാക്യം വായിക്കാൻ കണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നത് കൊണ്ട് അവരോട് സദൃശ്യന്മാരാകും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനിരിക്കും പോലെ, താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് നാം അവനോട് സദൃശന്മാരായി മാറുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? ആ മഹത്വ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഹല്ലേലൂയ. നിത്യജീവനെ കുറിച്ച് ബോധ്യമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ?
വീണ്ടെടുപ്പിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്ത് എന്നോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? കർത്താവെ, ആ മർമ്മം എനിക്കും വെളിപ്പെടുത്തി ആ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്റെ ഉള്ളിൽ വസിച്ച് എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ അരാജകത്വത്തെയും മാറ്റി പ്രത്യാശയുള്ള ജീവിതം അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുമ്പോൾ തന്റെ മുഖം കണ്ട് അങ്ങേപ്പോലെ ആയിത്തീരുവാൻ, ഞങ്ങളുടെ സന്നിധി ചേരുവാൻ ഞാനും എൻ്റെ കുടുംബം തയ്യാറാ, ഞങ്ങൾ എന്നോട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വര പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവ് ഈ ലോകത്തിലുള്ള 100 കോടി ജനം താമി കർത്താവ് പ്രത്യാശയില്ലാതെ ജീവിക്കുമ്പോൾ എല്ലാ മാർഗവും ഉണ്ടെങ്കിലും കർത്താവ് യഥാർത്ഥ പ്രത്യാശയുടെ മാർഗം നഷ്ടപ്പെട്ടു പോയി കാലഘട്ടത്തിൽ ആമി പൂർവ്വപിതാക്കന്മാർക്ക് മറഞ്ഞു കിടന്നത് ഇപ്പോൾ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുമായ മഹത്വത്തിന്റെ മർമ്മം, ആ സഭയുടെ മർമ്മം കർത്താവി മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഞങ്ങൾ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് സകല ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആ പ്രത്യാശ കൊണ്ട് നിറയുവാണ്ടേയാകണം. കണ്ണുനീരും ദുഃഖവും സങ്കടം വേദനകളാൽ കടന്നു പോകുന്ന നിരവധി കുടുംബങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ആമി പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളും ജീവിതത്തെ തകർക്കുന്ന നിരവധി കുടുംബങ്ങൾ, ജാതി മതമാർക്ക് വർണ്ണ വ്യത്യാസങ്ങൾ കുടിലോട്ട് കൊട്ടാരമാർക്കുന്ന എല്ലാ ചിലത്തെ രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, എല്ലാവരെയും കർത്താവ് എല്ലാ മത നേതാക്കന്മാർ, എല്ലാ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങൾ പ്രവർത്തിക്കുന്നവരെയും മദ്യത്തിനും മയക്കും വൻശലകരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന തീവ്രവാദ വർഗതയിൽ ആമെ രാജ്യത്തെ കർത്താവ് ആമെ തകർക്കുന്ന തലമുറകളെ തകർക്കുന്നവർ അല്ലേറിയ ശൈശവത്തിൽ ബാല്യ കൗമാരി യുവരത്തിലും വർദ്ധരാനുവരത്തിൽ അശനയാച്ച് റോഹന ചോർണയിൽ തടവറയിലായിരിക്കുന്ന ജനങ്ങൾക്കായി പ്രാർത്ഥി കർത്താവ് ചിലരെല്ലാം മടങ്ങി വന്ന് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവിലൂടെ ഒരു വീണ്ടെടുപ്പ് പ്രത്യാശയുടെ തിരുവട്ടേക്കണമേ. രക്തചൊരിച്ചിലൂടെ കർത്താവിനയുടെ ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അനവധി ക്രൈസ്തവരെ ക്രൂരമായി കൊന്നൊടുക്കുന്ന രാഷ്ട്ര തലവന്മാർ അല്ലേറിയ കർത്താവ് ആമെ രാജ്യരാഷ്ട്രങ്ങളെ അടക്കി വാഴുന്ന തീവ്രവാദ സംഘങ്ങൾ, വീരവാദികൾ, വർഗീയവാദികളെ ഒക്കെ ദൈവം സന്ദർശിക്കണമേ. ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമേ, ജനത്തെ തുന്മാറാകണമേ, ജനത്തെ സന്ദർശിക്കണമേ. പ്രാർത്ഥിക്കുകയാണ് സകലത്തിനും ദൈവനീതി വെളിപ്പെടണമേ. പുറംജാതികൾക്ക് വെളിപ്പെടാതിരുന്ന ഈ മർമ്മത്തെ കർത്താവ് സകല ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.